നമസ്കാരം. മകൻ നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ്. ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ അതിപ്രധാനമായ 10ാമത്തെ നക്ഷത്രമാണ് മകം. ചിങ്ങൻ രാശിയിലെ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 23 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രമണ്ഡലം അധികാരത്തിന്റെയും പ്രൗഢിയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മകം എന്ന വാക്കിന് മഹത്തായത് അല്ലെങ്കിൽ മഹത്വമുള്ളത് എന്നാണ് അർത്ഥം. ഇത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യക്തിത്വത്തിലും ജീവിതത്തിലും പ്രതിഫലിക്കുന്നതായി കാണാം. സിംഹാസനം അല്ലെങ്കിൽ പല്ലക്ക് അടയാളമായി വരുന്ന ഈ നക്ഷത്രം രാജകീയതയെയും അധികാര സ്ഥാനങ്ങളെയും സൂചിപ്പിക്കുന്നു. മകൻ നക്ഷത്രത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് അതിന്റെ ഭരണാധിപന്മാരെയും ദേവതകളെയും ആഴത്തിൽ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ നക്ഷത്രം പൂർണ്ണമായും സൂര്യന്റെ ഉടമസ്ഥതയിലുള്ള ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഇതിന്റെ നക്ഷത്രാധിപൻ കേതുവാണ്. സൂര്യന്റെ തേജസ്സും കേതുവിന്റെ ആത്മീയതയും ഒത്തുചേരുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് മകൻ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. സാധാരണയായി ദേവതകൾ നക്ഷത്രങ്ങളെ ഭരിക്കുമ്പോൾ മകത്തിന്റെ അധിപന്മാർ പിതൃക്കൾ അഥവാ പൂർവികരാണ്. ഇത് പിതൃസ്വാധീനം മകൻ നക്ഷത്രക്കാരെ പാരമ്പര്യത്തോടും കുടുംബ മഹിമയോടും ആഴത്തിൽ ബന്ധിപ്പിക്കുന്നു. നക്ഷത്ര ഘടകം നോക്കുമ്പോൾ രാശി ചിങ്ങൻ രാശിയാണ്. നക്ഷത്രാധിപൻ കേതു, രാശാധിപൻ സൂര്യൻ, നക്ഷത്ര ദേവത പിതൃക്കൾ, നക്ഷത്ര മൃഗം എലി, നക്ഷത്ര പക്ഷി ചകോരം, നക്ഷത്ര വൃക്ഷം പേരാൽ, നക്ഷത്ര ഗണം അസുരം, നക്ഷത്ര യോനി പുരുഷൻ, നക്ഷത്ര ഭൂതം ജലം. മകൻ നക്ഷത്രത്തിന്റെ അധിപനായ കേതു മോക്ഷകാരകനാണ്. എന്നാൽ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ ലൗകിക അധികാരത്തിന്റെ പ്രതീകമാണ്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം മകൻ നക്ഷത്രക്കാരെ ഒരേ സമയം ഭൗതികമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയമായ വിരക്തി അനുഭവിക്കുന്നവരായി മാറ്റുന്നു. പിതൃക്കളുടെ അനുഗ്രഹം ഇവർക്ക് ജീവിതത്തിൽ തടസ്സമില്ലാത്ത പുരോഗതിയും ഉയർന്ന പദവികളും വാഗ്ദാനം ചെയ്യുന്നു. മകൻ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സ്വതസിദ്ധമായ ഒരു രാജകീയ പ്രഭാവം പേറുന്നവരാണ്. സിംഹത്തിന്റെ ഗാംഭീര്യവും ആത്മവിശ്വാസവും ഇവരുടെ പെരുമാറ്റത്തിൽ എപ്പോഴും പ്രകടമായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനും സ്വാധീനിക്കാനും പ്രത്യേക കഴിവുള്ള ഇവർ ഏത് ആൾക്കൂട്ടത്തിലും വേറിട്ട് നിൽക്കുന്നു. മകൻ നക്ഷത്രക്കാർ സത്യസന്ധരും നീതിപൂർവമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. കപടമായ പെരുമാറ്റങ്ങളോ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന രീതിയിലോ ഇവർക്ക് ഇഷ്ടമല്ല. ഇവർ വളരെ അധ്വാനശീലരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. ജനനേതാക്കളാണ് മകൻ നക്ഷത്രക്കാർ. അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഇവർക്ക് മടിയില്ല. സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും മറ്റുള്ളവരെ നയിക്കാൻ ഇവർ ശ്രമിക്കുന്നു. മൃദുവായ ഭാഷയും വാക്ചാതുര്യതയും ഇവരുടെ പ്രത്യേകതയാണ്. ശാസ്ത്ര വിഷയങ്ങളിലും കലകളിലും ഇവർക്ക് അറിവുണ്ടാകും. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ സംസാരിക്കാൻ ഇവർ ശ്രമിക്കുമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ക്ഷമ ചോദിക്കാനുള്ള മനസ്സും ഇവർ കാണിക്കുന്നു. പൂർവികരുടെ മൂല്യങ്ങളും കുടുംബത്തിന്റെ മഹിമയും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ്. കുടുംബത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാൻ ഇവർ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുമാണ്. അഗാധമായ ദൈവവിശ്വാസമുള്ള ഇവർ ഗുരുഭക്തിയുള്ളവരാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഇവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായ ഇവർ പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരോടും കാരുണ്യം കാണിക്കുന്നു. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പല സാമൂഹ്യ സേവനങ്ങളിലും ഇവർ ഏർപ്പെടാറുണ്ട്. മകൻ നക്ഷത്രക്കാരുടെ പ്രധാന ദൗർബല്യം അവരുടെ മുൻകോപമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇവർ ആ ദേഷ്യത്തിൽ പലപ്പോഴും ചിന്തിക്കാതെ പെരുമാറുന്നു. ഇത് പലപ്പോഴും സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. തങ്ങൾ മികച്ചവരാണെന്ന തോന്നൽ എപ്പോഴും അഹങ്കാരമായി മാറാറുണ്ട്. സ്വന്തം അധികാരത്തെയോ സ്ഥാനത്തെയോ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് സഹിക്കില്ല. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് മറ്റൊരാളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇത് പലപ്പോഴും ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ശീലമില്ലാത്ത ഇവർ പലപ്പോഴും മറ്റുള്ളവരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു. ഇത് ആഴത്തിലുള്ള സൗഹൃദങ്ങൾ കുറയാൻ കാരണമാകുന്നു. സത്യം എപ്പോഴും മുഖത്തു നോക്കി പറയുന്ന രീതി ഇവർക്കുണ്ട്. ഇത് പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഇവർക്ക് രഹസ്യ ശത്രുത സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുന്നു. ലിംഗഭേദമനുസരിച്ച് മകൻ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മകൻ നക്ഷത്രക്കാരായ പുരുഷന്മാർ കഠിനാധ്വാനികളും ഉത്തരവാദിത്ത ബോധമുള്ളവരുമാണ്. ഇവർ പൊതുവെ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നു. കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഇവർ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും പൊന്നുപോലെ നോക്കും. തൊഴിൽപരമായി ഇവർക്ക് പല ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. എങ്കിലും ഇവരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒടുവിൽ വിജയം നൽകും. പലപ്പോഴും ബിസിനസ് ബുദ്ധി കുറവായതിനാൽ നേരിട്ടുള്ള വ്യാപാരങ്ങളിൽ ഇവർക്ക് തുടക്കത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. പുരുഷന്മാർക്ക് ശാരീരികമായി കഴുത്തിന് കൂടുതൽ ദൃഢതയുണ്ടാകും. കൂടാതെ ശരീരത്തിൽ രോമ വളർച്ച കൂടുതലായിരിക്കും. കൈകളിലോ ചുമലിലോ അടയാളങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ നോട്ടം നിഷ്കളങ്കമാണെങ്കിലും മനസ്സ് വളരെ ഉറച്ചതായിരിക്കും. മകൻ നക്ഷത്രത്തിലെ സ്ത്രീകൾ ഗാംഭീര്യമുള്ള വ്യക്തിത്വത്തിന് ഉടമകളാണ്.
ഇവർ കുടുംബത്തിന്റെ വിളക്കായി കണക്കാക്കപ്പെടുന്നു. വീടിന്റെ സകല അധികാരങ്ങളും മകൻ നക്ഷത്രക്കാരിയായ സ്ത്രീയിലായിരിക്കും. ഇവർ ദയുള്ളവരും ദൈവവിശ്വാസികളുമാണ്. സ്ത്രീകൾ പൊതുവെ സുഖലോലുപത ഇഷ്ടപ്പെടുന്നവരും ചിലപ്പോൾ വഴക്കാളികളുമാകാറുണ്ട്. ഭർത്താവിനോടും അമ്മായിയമ്മയോടും കലഹിക്കുന്ന സ്വഭാവം ഇവർക്ക് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കാരണമാകും. എന്നാൽ കാര്യപ്രാപ്തിയോടെ കാര്യത്തിൽ ഇവർ മുന്നിലാണ്. ഒരേ സമയം വീട്ടുജോലികളും ഔദ്യോഗിക ജോലിയും ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ശാരീരികമായി ഇവർ വളരെ സുന്ദരികളും ആകർഷകമായ മുടിയുള്ളവരുമായിരിക്കും. മകൻ നക്ഷത്രക്കാർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അല്പം മന്ദഗതിയിലാണെങ്കിലും പ്രായോഗിക ബുദ്ധിയിൽ മുന്നിലാണ്. പല വിഷയങ്ങളിലും അറിവുള്ള ഇവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇവരുടെ കരിയറിൽ 27 വയസ്സ് എന്നത് ഒരു പ്രധാന വർഷമാണ്. ഈ പ്രായത്തിന് ശേഷമാണ് തൊഴിൽപരമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്വതന്ത്രമായ തൊഴിലാളികളുമാണ്. തൊഴിൽ മേഖല സാധ്യത നോക്കുമ്പോൾ ഭരണനിർവഹണം, മന്ത്രിമാർ, IAS, IPS ഓഫീസർമാർ, രാഷ്ട്രീയ നേതാക്കൾ, നിയമം, അഭിഭാഷകർ, ജഡ്ജിമാർ, ഡിഫൻസ്, പട്ടാളം, പോലീസ്, സെക്യൂരിറ്റി സർവീസ്, കലാ സാംസ്കാരികം, പുരാവസ്തു ഗവേഷകർ, ചിത്രകാരന്മാർ, കലാകാരന്മാർ, ശാസ്ത്രം, സർജന്മാർ, ഗവേഷകർ, ജ്യോതിഷികൾ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ആഭരണ വ്യാപാരം, പാരമ്പര്യ വ്യവസായങ്ങൾ എന്നീ മേഖലകളിലാണ് ജോലി സാധ്യതകൾ ഉള്ളത്. മകൻ നക്ഷത്രക്കാർക്ക് പലപ്പോഴും തൊഴിൽ മാറുന്ന പ്രവണതയുണ്ട്. എന്നാൽ ഒരിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കും. തൊഴിലിടങ്ങളിൽ മേലുദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി പ്രവർത്തിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട്. മകൻ നക്ഷത്രക്കാർ ശാരീരികമായ ആരോഗ്യവാന്മാരാണെങ്കിലും ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിയുടെ സ്വാധീനം മൂലം ഹൃദയത്തെയും രക്തചംക്രമണത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളും മകൻ നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. രാത്രി കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കണ്ണ് സംബന്ധമായ വൈകല്യങ്ങൾ ഇവർക്കുണ്ടായേക്കാം. ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങളും രക്തദോഷം, ഹിസ്റ്റീരിയ എന്നിവ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. ആസ്മ, അപസ്മാരം, ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ഗ്രഹനിലയിലെ ദോഷങ്ങൾ മൂലം വരാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട്. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, ധ്യാനം എന്നീ ചികിത്സാ രീതികൾ മകൻ നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായി മാറും. മകൻ നക്ഷത്രക്കാർ പൊതുവെ സന്തുഷ്ടമായ ദാമ്പത്യം നയിക്കുന്നവരാണ്. എന്നാൽ അമിതമായ ഈഗോയും ദേഷ്യവും ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. ഇവരുടെ ജീവിത പങ്കാളി ബുദ്ധിശാലിയും കാര്യപ്രാപ്തി ഉള്ളവരുമായിരിക്കും. പങ്കാളിയോട് പുറമേ സ്നേഹം കാണിക്കാൻ ഇവർ മടിയാണെങ്കിലും ഉള്ളിൽ വലിയ കരുതലുണ്ടാകും. മറ്റ് നക്ഷത്രങ്ങളുമായ പൊരുത്തം നോക്കുമ്പോൾ പൂരം നക്ഷത്രം ഏറ്റവും ഉയർന്നതാണ് പൊരുത്തം. ഇവർ എലിയോനി ആയതിനാൽ മികച്ച ലൈംഗിക പൊരുത്തവും ഐക്യവും ഉണ്ടാകും. മൂലനക്ഷത്രം ഉയർന്നതാണ്. രണ്ടും കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങളായതിനാൽ ചിന്താഗതികൾ സമാനമായിരിക്കും. ചിത്ര ഇടത്തരമാണ്. അധികാരത്തോടുള്ള താല്പര്യം ഇവരെ ഒരുമിപ്പിക്കുന്നു. മകൻ നക്ഷത്രമായി നോക്കുമ്പോൾ ഒരേ നക്ഷത്രക്കാരായതിനാൽ പരസ്പരം മത്സരവും അസൂയയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയില്യവുമായി കുറവാണ്. പരസ്പരം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ബന്ധം പെട്ടെന്ന് വഷളാവുകയും ചെയ്യും. വിശാഖവും കുറവാണ്. വിശ്വാസ സാധ്യത കുറവായിരിക്കും. തർക്കങ്ങൾ പതിവാകാനും സാധ്യതയുണ്ട്. മകൻ നക്ഷത്രക്കാർക്ക് ഉത്രം, ചിത്തിര, വിശാഖം, രേവതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പൊതുവെ പ്രതികൂലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. മകൻ നക്ഷത്രത്തിൽ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിൽ ജനിച്ചവർക്കും പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകും. 1-ാം പാദം ഇത് ചിങ്ങൻ നവാംശത്തിൽ വരുന്നു. ഈ പാദത്തിൽ ജനിച്ചവർക്ക് സിംഹത്തിന്റെയും യഥാർത്ഥ സ്വഭാവം ഉണ്ടായിരിക്കും. ഇവർ അതീവ ധീരരും ഭരണപാഠവുമുള്ളവരുമായിരിക്കും. രാഷ്ട്രീയത്തിലും ഉന്നത സർക്കാർ ജോലികളിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും. 2-ാം പാദം ഇത് കന്നി നവാംശത്തിൽ വരുന്നതാണ്. ബുധന്റെ സ്വാധീനം ഈ പാദത്തിലുണ്ട്. ഈ ജാതകർ പ്രായോഗിക ബുദ്ധിയുള്ളവരും കണക്കുകളിലും എഴുത്തിലും മികവ് പുലർത്തുന്നവരുമായിരിക്കും. അഭിഭാഷകർ, അക്കൗണ്ടന്മാർ എന്നിവർ ഈ പാദത്തിൽ കണ്ടുവരുന്നുണ്ട്. 3-ാം പാദം ഇത് തുലാം നവാംശത്തിൽ വരുന്നു. ശുക്രന്റെ സ്വാധീനം മൂലം കലകളിലും സംഗീതത്തിലും ഇവർക്ക് വലിയ അറിവുണ്ടാകും. ആഡംബരപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ഇവർ കലാപരമായ തൊഴിലുകൾ തിരഞ്ഞെടുക്കുന്നു. 4-ാം പാദം ഇത് വൃശ്ചിക നവാംശത്തിലാണ് വരുന്നത്. ചൊവ്വയുടെ സ്വാധീനമുള്ള ഈ പാദത്തിൽ ജനിച്ചവർ സാഹസികരും ധീരന്മാരുമായിരിക്കും. മിലിറ്ററി, സർജറി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും. മകൻ നക്ഷത്രക്കാർ ജീവിതത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി തങ്ങളുടെ സ്വന്തം ഈഗോ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും താൻ മാത്രമാണ് ശരിയെന്നുള്ള ബോധം ഇവർക്ക് വലിയ തിരിച്ചടികൾ നൽകും. തനിക്ക് എല്ലാം അറിയാമെന്ന ധാരണ ഇവർക്ക് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. ഇത് പലപ്പോഴും ഒറ്റപ്പെടാൻ കാരണമാകുന്നു. നേർക്കുനേർ സംസാരിക്കുന്ന ശീലം കാരണം ഇവർക്ക് സമൂഹത്തിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. ശത്രുക്കൾക്ക് പിന്നിലൂടെ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ജാഗ്രത പാലിക്കുക. ചിലപ്പോൾ പഴയ രീതികളിൽ മാത്രം വിശ്വസിക്കുന്നത് പുതിയ ആശയങ്ങളെ സ്വീകരിക്കുന്നതിന് തടസ്സമാകും. ഇത് ജീവിതത്തിലെ വളർച്ചയെ ബാധിക്കും. തുടക്കകാലത്ത് പണം കൈകാര്യം ചെയ്യുന്നതിൽ അല്പം വിമുഖത കാണിക്കുന്നതിനാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരാം. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ പിന്നീട് ഇവർ വലിയ സമ്പത്ത് കൈവരിക്കുകയും ചെയ്യും.
മകൻ നക്ഷത്രക്കാർക്ക് ജന്മന ഉണ്ടായേക്കാവുന്ന ദോഷങ്ങൾ നീക്കാൻ ചില ഐശ്വര്യം ലഭിക്കുന്ന പരിഹാര മാർഗങ്ങളുണ്ട്. മകൻ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഗണപതിയെ ഭജിക്കുന്നത് കേതുദോഷം കുറയ്ക്കാനും ഉത്തമമാണ്. ദിവസവും സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നത്, ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നതും ഐശ്വര്യം നൽകും. കർക്കിടക വാവ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് ബലിയിടുന്നത്, അവർക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും മകൻ നക്ഷത്രക്കാർക്ക് വലിയ ഗുണം നൽകും. കേതുവാണ് നക്ഷത്രാധിപൻ എന്നതിനാൽ കേതു കീർത്തനങ്ങൾ ജപിക്കുന്നതും കേതുവിനായുള്ള പ്രത്യേക പൂജകൾ നടത്തുന്നതും ദോഷമുക്തി നൽകും. സന്ദർശിക്കേണ്ട ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്താണ്. മകൻ നക്ഷത്രക്കാർക്ക് ദർശനം നടത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സൂര്യക്ഷേത്രം, ആദിത്യപുരം സൂര്യക്ഷേത്രം പോലുള്ള സൂര്യപ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഞായറാഴ്ച ദർശനം നടത്തുന്നത് ഉത്തമമാണ്.